കോഴിക്കോട് നോർത്ത് മുൻ MLA-യും CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പ്രദീപ് കുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രതിപെട്ട MT-യുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് താങ്കൾ. എങ്ങനെയാണ് MT-യെ ഓർക്കുന്നത്? MT എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ടുള്ള സ്നേഹവും ഒരു വാത്സല്യമൊക്കെ പരിചയപ്പെട്ട കാലം മുതൽ, ആ സൗഹൃദം ശക്തിപ്പെട്ട മുതൽ തന്നിരുന്ന ഒരാളാണ്. നമുക്കൊരു പല പ്രവർത്തനങ്ങളിലും പ്രചോദനം നൽകുന്നൊരു സാന്നിധ്യമായിട്ടാണ് എനിക്ക് MT-യുടെ കുറിച്ചുള്ള ഓർമ്മയും അനുഭവമൊക്കെ തന്നെ. ഇപ്പോൾ പൊതുവേ MT വളരെ റിസർവ്ഡാണ്. പലരും വന്ന് ഒരുപാട് നേരം സംസാരിക്കാനൊന്നും മുതിരാറില്ല. അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തത്. പക്ഷെ വന്നില്ലെങ്കിൽ ചോദിക്കും, എന്താ കാണുന്നില്ലല്ലോ കുറേ ദിവസമായിട്ട്, ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ MT നമ്മൾ വരുന്നതോടൊക്കെ സംസാരിക്കുന്നു ആഗ്രഹിക്കുന്നില്ല. പിന്നെ ചില സമയത്ത് നമ്മൾ വന്നിരുന്നാലും കുറച്ചു നേരം മൗനമായിരിക്കും. പിന്നെ എന്നോടൊക്കെ പലപ്പോഴും ഈ നാടിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, നിർദ്ദേശങ്ങൾ. ഇപ്പോഴും ഉണ്ട് MT പറഞ്ഞ ഈ നഗരത്തിനൊരു പെറ്റ് ശ്മശാനം വേണം, അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ. പിന്നെ സ്കൂളുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച്, ലൈബ്രറികൾ. ഞാൻ എൻ്റെ MLA ആയിരുന്ന കാലത്തെ ഒരുപാട് പ്രധാന പദ്ധതികൾ MT ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇപ്പം മൊയ്തു മൗലവി സ്മാരകത്തിൻ്റെ ഉദ്ഘാടനം MLA ഫണ്ട് ചെയ്തതാണ്. അതുപോലെ ലൈബ്രറികളുടെ ഒന്നിലധികം ലൈബ്രറികൾ പൂർണ്ണമായി ഉണ്ടാക്കിയപ്പോൾ ഉദ്ഘാടനം, നടക്കാവ് സ്കൂളിലെ MLA ഫണ്ടിൽ ചെയ്ത വിശാലമായ ലൈബ്രറി, അതിൻ്റെ ഉദ്ഘാടനം. അത് എൻ്റെ മണ്ഡലത്തിൻ്റെ വികസന സെമിനാർ തന്നെ, വികസന എക്സിബിഷനും അദ്ദേഹം ഉദ്ഘാടനം. ഞാൻ തലേ ദിവസം വന്ന് ക്ഷണിച്ചിട്ട് അദ്ദേഹം വരാൻ തയ്യാറായി. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ വലിയ പ്രോത്സാഹനവും പ്രചോദനവും എപ്പോഴും പിന്നെ MT തന്നിട്ടുണ്ട്. അത് പലരോടും സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കത് MT നല്ല അഭിപ്രായം പറയുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു ഊർജ്ജമാണല്ലോ. അതാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ MT-യുടെ വലിയ പല ആളുകൾ വരുമ്പോഴും പ്രതിപെട്ടനൊരു സാന്നിധ്യമാണ് ഇവിടെ, പ്രത്യേകിച്ച് CPI-യുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള ലീഡേഴ്സൊക്കെ വരുമ്പോൾ. അല്ലാതെ അത് സ്വാഭാവികമായിട്ട് അവർ വരുമ്പോൾ എന്നെ കൂടെ വിളിക്കും. ഇപ്പോൾ ഞാൻ വരും, അല്ലെങ്കിൽ MT-യുടെ നേരത്തെ വരുന്ന കാര്യമൊക്കെ പറയും. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ മലയാളത്തിൻ്റെ ഒരു യശസ് അങ്ങ് സാർവദേശീയ തലത്തിലെത്തിച്ച ഇപ്പോൾ മഹാപ്രതിഭയാണ്. പക്ഷേ MT ഏതെങ്കിലും ഒരു സമരത്തിൽ പങ്കെടുത്തത് ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ആരുമില്ല. MT ഒരു സമരത്തിൽ പങ്കെടുപ്പിച്ച ആളാകാൻ, മലാപ്പറമ്പ് സ്കൂളിനെ സംരക്ഷിക്കാനുള്ള സമരത്തിൽ MT നേരെ സമരമുഖത്ത് വന്നു, അവിടെ അത് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും ചോദിക്കുമായിരുന്നു അതിനെക്കുറിച്ചിട്ട്. വരുമ്പോൾ അതെന്തായി സ്കൂളിൻ്റെ പിന്നീടുള്ള ഡെവലപ്മെൻറ്റ്. ഇപ്പം നമ്മൾ സർക്കാരിനെ കൊണ്ട് അത് ഏറ്റെടുപ്പിച്ച് നല്ല സ്കൂളാക്കി മാറ്റിയല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ, അതായത് എനിക്ക് പറയാവുന്ന ഈ ഒരു ബന്ധം അടുപ്പവും ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു ജനകീയ സമരത്തിൽ MT നേരിട്ട് പങ്കെടുപ്പിക്കുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അത് എപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. കഴിയാതെ പോയത് ആ സ്കൂളിൻ്റെ പൂർത്തിയായ ഉദ്ഘാടനം, കുറച്ച് വർക്ക് ബാക്കിയുണ്ടായിരുന്നു. അത് MT-യുടെ പങ്കെടുത്തുകൊണ്ട് നടക്കണം എന്നാഗ്രഹിച്ചിരുന്നു. അപ്പോൾ നടന്നില്ല. കോഴിക്കോട്ടുകാരെന്നുള്ള നിലയ്ക്ക് കൂടി ഈ പറയുന്ന ഒരു വ്യക്തിപരമായൊരു ബന്ധം കൂടി ഉണ്ടല്ലോ പ്രതിപെട്ട. ആ നിലയിൽ നോക്കുമ്പോൾ MT-യുടെ ഒരു ശൂന്യത അതെങ്ങനെയായിരിക്കും നമ്മളെ കോഴിക്കോടിനും മലയാളത്തിനൊക്കെ? അത് എന്താ പറയുക, അതൊരു നികത്താനാകാത്തൊരു ശൂന്യതയാണല്ലോ. അത് നമുക്ക് നമ്മുടെ ഒരു ഭയങ്കര ആത്മവിശ്വാസമൊക്കെ അല്ലേ. ഇപ്പോൾ സാഹിത്യ നഗര പദവി ലഭിക്കുകയാണ്, UNESCO എടുത്ത സർവ്വദേശീയ അംഗീകാരം. അത് ഒരുപാട് ഘടകങ്ങളുണ്ട് അതിന്. സാഹിത്യകാരന്മാർ മാത്രമല്ല, മറ്റ് നമ്മളൊരു സാംസ്കാരിക ജീവിതം തന്നെ അതിലെ ഒരു പ്രധാനമാണ്, അതിൻ്റെ സവിശേഷതകളൊക്കെയാണ് അത്. പക്ഷേ അതിൽ ആ പദവി ലഭിച്ചതിന് ആദ്യ പേര് നമ്മളെ മുമ്പിൽ വരുന്നത് MT-യുടേതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മുമ്പ് എസ്കേപ്പറ്റൊക്കെയാണ്. ഇവരുടെയൊക്കെ സാന്നിധ്യമുണ്ടല്ലോ. അപ്പോൾ അതുപോലുള്ളൊരു വലിയ പടവൃക്ഷമില്ലാതാകുമ്പോൾ ഉള്ള ഒരു തണൽ നഷ്ടമുണ്ടല്ലോ. അത് കേരളത്തിനാകെ സാംസ്കാരിക ലോകത്തിനാകെ കോടിക്കോടി വിശേഷിച്ചുണ്ട്. ഒരു ആശ്വാസം ആയിരുന്നു. അങ്ങനെ ഒരു കുളിര് തേടി ഇങ്ങനെ വരില്ലേ നമ്മളിവിടെ. MT അടുത്ത് വന്ന് കുറച്ച് സംസാരിച്ച് പോകുമ്പോൾ ഒരു ഊർജ്ജവും ഉണർവൊക്കെ ഉണ്ടാവും. അതില്ലാതെ അതിന് പകരം ഇന്നില്ല. ഞാനത് കൊണ്ടാണ് പറഞ്ഞത്, ഇന്ന് നമ്മുടെ മലയാളത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വിലപിടിപ്പുള്ള വ്യക്തിത്വമാണ് ഇല്ലാതായത്. സാഹിത്യകാരൻ എന്ന നിലയിൽ മാത്രമല്ല, അതിനപ്പുറത്തും സിനിമ ആ സർഗ ജീവിതം മാത്രമല്ല, അദ്ദേഹം പിന്നെ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ ചലനങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ട്. MT-യുടെ രാഷ്ട്രീയമായിട്ടുള്ള നിരീക്ഷണങ്ങളും അതുപോലെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളും ഇതേവരെ ഉണ്ടായതെല്ലാം എടുത്ത് ഒരു അപഗ്രഥനം നടത്തി എന്തായിരുന്നു MT-യുടെ പൊസിഷൻ എന്നത് നോക്കേണ്ടതാണ്. എപ്പോഴും ഒരു പുരോഗമനം ഉണ്ടായിരുന്നില്ല ശരിക്കും. കൃത്യമായ രാഷ്ട്രീയം ഉണ്ടായി അദ്ദേഹത്തിന്, പുരോഗമനത്തിൻ്റെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അത് അദ്ദേഹം പല ഇൻ്റർവ്യൂകളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വക്താവ് എന്ന് പറയുന്നതിന് പകരം ഇവിടുത്തെ പുരോഗമന നവോത്ഥാനം, അതിൻ്റെ തുടർച്ച, അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിലും അതിൻ്റെ അലയൊലികൾ കാണാമല്ലോ. അദ്ദേഹം അതായിരുന്നല്ലോ
അപ്പോൾ അതിൻ്റെ തുടർച്ചയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഫ്യൂഡൽ കാലഘട്ടത്തിലെ സങ്കീർണതകളൊക്കെ പിന്നെ അപഗ്രഥിച്ച സാഹിത്യരചന അതിൽ നിന്ന് സമൂഹത്തെ മുമ്പോട്ട് നയിക്കാൻ സഹായമായിട്ടുണ്ട്. അതിൻ്റെ പിന്നെ കെട്ടുപാടുകളും കെടുതികളൊക്കെ കാണിച്ചതാണ്. അവിടുന്ന് വീണ്ടും സമൂഹത്തെ മുമ്പോട്ട് നയിക്കാനുള്ള രാഷ്ട്രീയമാണ്, പുരോഗമനത്തിൻ്റെ രാഷ്ട്രീയമാണ്. ഭിന്നിപ്പിൻ്റെയും വെറുപ്പിൻ്റെയും രാഷ്ട്രീയത്തിന് അദ്ദേഹം എതിരായിരുന്നു, വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തിനെതിരായിരുന്നു. വർഗീയ പ്രവണതകൾക്ക് ശക്തമായ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ജനാധിപത്യവും മതനിരപേക്ഷതയും പിന്നെ പുരോഗമനാഭിമുഖ്യവും എല്ലാം ശക്തിപ്പെടുത്താനുള്ള നിലപാട്, അങ്ങനെ ആ അർത്ഥത്തിൽ ഒരു സമൂഹത്തിൻ്റെ ഇടതുപക്ഷത്ത് നിന്ന ഒരു എന്താണ് രാഷ്ട്രീയ നിലപാട് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ പൊസിഷനിങ്ങിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം പല ഘട്ടങ്ങളിലായി നടത്തിയ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, അഭിമുഖങ്ങളിൽ, അഭിപ്രായ പഠനങ്ങളിൽ വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, ഇതിനെ പൂർണ്ണമായിട്ടും ശരിക്കൊരു റിസർച്ച് ആക്കി നമ്മൾ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കേണ്ട എന്തായിരുന്നു MTയുടെ രാഷ്ട്രീയം എന്നുള്ളത് സംബന്ധിച്ച്. അത് പുരോഗമനത്തിൻ്റെ രാഷ്ട്രീയമാണ്. തീർച്ചയായും പുരോഗമനത്തിൻ്റെ രാഷ്ട്രീയമാണ് MT മുന്നോട്ട് വെച്ചത്. കക്ഷി രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഭാഗമാക്കായിരുന്നില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു എന്നാണ് പ്രദീപ് കുമാർ പറഞ്ഞത്. കോഴിക്കോടിന് പ്രദീപ് കുമാറിനെ പോലുള്ള ആളുകൾക്ക് നഷ്ടമായതൊരു തണലാണെന്ന് കൂടി അദ്ദേഹം പറയുമ്പോൾ MT മലയാളിക്ക് ആരായിരുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്.